പകൽ സമയത്ത് പോലും കാട്ടാനാക്രമണ ഭീതിയിലാണ് ഇടുക്കി ചെമ്മൻകുഴി നീണ്ടപാറ നിവാസികൾ. നേര്യമംഗലം പനംകുട്ടി റോഡിലെ ഒരു വശം വനമേഖലയും മറുവശം ജനവാസ മേഖലയുമാണ്. കാട്ടാനകൾ സ്ഥിരമായി റോഡ് മുറിച്ചു കടക്കുന്ന ഇരുവശങ്ങളിലേക്കും കടക്കുന്നത് വാഹനയാത്രികർ ഉൾപ്പെടെ ഭീഷണിയാണ്. ഫലപ്രദമായ ഫെൻസിംഗ് സംവിധാനം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രാവിലെ ചെമ്പൻകുഴി നീണ്ടപാറ മേഖല ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയിലാണ് ഈ പതിവ് കാഴ്ച. അക്ഷരാർത്ഥത്തിൽ ജീവൻ പണയം വെച്ചുള്ള യാത്ര. കഴിഞ്ഞ 2 വർഷമായി ഇടുക്കി ചെമ്പൻകുഴി നീണ്ടപാറ കാഞ്ഞിരവേലി പട്ടേടമ്പ് തുടങ്ങിയ മേഖലകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. സ്കൂൾ തുറന്നല്ലോ, സ്കൂളിൽ പോണ പിള്ളേർ, ഇവിടെ ഫാമിൽ പോണ തൊഴിലാളികൾ, പിന്നെ വണ്ടിയിൽ സ്കൂളിൽ പിള്ളേരെ കൊണ്ടുപോകുന്ന വണ്ടിക്കാർ, അങ്ങനെ ഒരുപാട് പേര് ആ സമയത്ത് പോകുന്നതാണ്. ഇത് ഇന്നിപ്പോൾ ഈ ചേട്ടൻ കണ്ടതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ആ ആന അവിടെ നിന്ന് വിളിച്ചപ്പോഴത്തേക്കും കുയിപ്പോൾ ഈ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. എന്നിട്ട് ഈ വീട്ടിലൊരു കുഞ്ഞു പിള്ളേരും പിള്ളേരൊക്കെ അവിടെ മുറ്റത്ത് നിൽക്കുക. അത്യാഹിതം എപ്പോഴും സംഭവിക്കാം അവിടെ. ഏത് സമയത്തും ഇനിയിപ്പോൾ ഈ ആനയിൽ താമസിച്ച് നേരം വെളുക്കോളം നിന്ന് കഴിഞ്ഞാൽ രാവിലെ ആൾക്കാരെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇത് റോഡ് പെട്ടെന്ന് ക്രോസ് ചെയ്യുവാണ്. പെട്ടെന്ന് ക്രോസ് ചെയ്യുമ്പോൾ ഒരു വണ്ടി വരുമ്പോൾ പെട്ടെന്നൊരു തടസ്സം വരും. ഇന്നൊരു വണ്ടിക്കാരൻ കഷ്ടി രക്ഷപ്പെട്ടു പോയത്. ഇതിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് നാട്ടിൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാർഷിക മേഖലയായ ഇവിടം നഗരംപാറ വനമേഖലയ്ക്ക് എതിർവശമാണ്. കുടിയേറ്റ കാലം മുതൽ താമസം തുടങ്ങിയ മേഖലയിൽ കഴിഞ്ഞ 3 വർഷമായാണ് ഇത്രത്തോളം കാട്ടാന ശല്യമെന്ന് നാട്ടുകാർ പറയുന്നു. പതിറ്റാണ്ടുകളായി കാർഷിക മേഖല, പൊന്നുവിളയും ഭൂമി. എന്നാൽ പ്രദേശവാസികൾ ഇന്ന് വലിയ നിരാശയിലാണ്. കൃഷിയിൽ നിന്ന് ആദായമില്ല എന്ന് മാത്രമല്ല, ജീവൻ പണയം വെച്ചാണ് ഓരോ കുടുംബവും കഴിയുന്നത്. പറമ്പ് മൊത്തം ഇടിച്ച് നിരത്തി ഒരു കൃഷി നമുക്കിവിടെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കൃഷി ചെയ്ത് ജീവിച്ച് പോകാൻ ഒരു നിർവാഹവുമില്ല. റബ്ബർ വെട്ടാൻ രാവിലെ ഇറങ്ങി പോകാൻ പറ്റില്ല. ഞാനൊരു 900 മരം 800 മരമൊക്കെ വെട്ടിക്കൊണ്ടിരുന്ന രാത്രി 12-1 മണി കഴിയുമ്പോൾ എണിച്ചു പോയി. ഇതിപ്പോൾ 100 മരം പോലും വെട്ടാനുള്ള സാഹചര്യം നമുക്ക് കിട്ടില്ല. ഈ പറമ്പ് മൊത്തം നശിപ്പിച്ചാണ് ഈ ആന കയറി പോണത്. നമ്മളെ എങ്ങനെ കൃഷി ചെയ്ത് ജീവിക്കും? കൃഷിയിടത്തിൽ നട്ടുപരിപാലിച്ച പ്ലാവിലെ ചക്ക പോലും കാട്ടാനകളെ പേടിച്ച് വെട്ടിക്കൊക്കയിലെറിയുകയാണ്. കാട്ടാന എത്തിയാൽ ഫോണിൽ വരുന്ന പതിവ് അറിയിപ്പ് മാത്രമാണ് പ്രദേശത്തുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. വനമേഖലയോട് ചേർന്ന് നേര്യമംഗലം വരെ ഫെൻസിംഗ് അടിയന്തരമായി പൂർത്തിയാക്കിയാൽ ഒരു പരിധിവരെ കാട്ടാനശല്യം മേഖലയിൽ തടയാനാകും. അപ്പോൾ ഇങ്ങനെ ഇതിലെ ഫെൻസിംഗ് എന്ന കാര്യം പറഞ്ഞു, മണിയമ്പാറയ്ക്ക് ഫെൻസിംഗ് എന്ന കാര്യം പറഞ്ഞു. ഇത് പറച്ചിലല്ലാതെ ഈ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇതിന് ഫണ്ട് അനുവദിക്കാനോ ഇത് ചെയ്യാനോ ഒരു സംവിധാനം ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി ഇവിടെ ഒരാൾ ചാവുമ്പോൾ അതിലും വലിയ പ്രശ്നങ്ങളാവും. 4 പതിറ്റാണ്ട് തലമുറകളായി ഇവിടെ താമസിക്കുന്ന പല കുടുംബങ്ങളും സ്വരുക്കൂട്ടിയതൊക്കെ വിറ്റുപെറുക്കി നാട്ടിൻപുറം ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണ്. വന്യമൃഗങ്ങളെ ഭയന്ന പല കുടുംബങ്ങളും ഇതിനോടകം തന്നെ പ്രദേശത്ത് നിന്ന് താമസം മാറി. ചെമ്പൻകുഴി നീണ്ടപാറ മേഖലകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. പകൽ സമയത്ത് പോലും കൂട്ടമായി കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വഴിയാണ് ഇന്നലെ രാവിലെ ഒരു വാഹനത്തിൽ വന്നയാൾ കഷ്ടിക്ക് രക്ഷപ്പെട്ടത്. എത്രയും വേഗം ഇതിനൊരു തീരുമാനമുണ്ടാക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അല്ലെങ്കിൽ കാട്ടാന ആക്രമണത്തിൽ ഇരയാവുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയുള്ളൂ. ജെറിൻ കാട്ടൂരിനൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.